കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കേരളത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങാനായി, സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാനായ വി എസിന്റെ ചിതയുടെ ചൂട് വിട്ടുമാറുന്നതിന് മുൻപ് സവിശേഷമായ രീതിയിൽ വി എസിനെ ആക്രമിക്കാനുള്ള നീക്കവും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നത് നിർഭാഗ്യകരമാണ്. ചില മാധ്യമങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഏതാനും ദിവസങ്ങളായിട്ടേ ഉള്ളൂ വി എസ് വിടവാങ്ങി. ആ ദിവസങ്ങളെങ്കിലും കാത്തിരിക്കാനുള്ള മര്യാദ ചില വിവാദത്തിൽ കുരുക്കിയിടാനുള്ള നീക്കമാണ് ഗവൺമെന്റ്. അത് വി എസിനോടുള്ള അനാദരമാണ്, അത് മനുഷ്യത്വരഹിതമാണ്. വിഭാഗ്യതയുടെ ഇപ്പോൾ ശ്രമിക്കുന്നു. എല്ലാവരുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രമായ ഒരാൾ ലോകത്തിലെ തന്നെ അങ്ങനെ ത്യാഗസമ്പൂർണവും ജീവിതത്തിനുടമയായ വി എസിനെ ആക്രമിക്കുന്ന ശൈലി മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം. അതിനുവേണ്ടി അതെല്ലാം കൽപ്പിത കഥകളാണ് നിലനിൽക്കുന്നത്. ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നേരിട്ടുള്ള ചോദ്യത്തിന് വി എസ് തന്നെ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം ഇപ്പൊ വി എസ് ജീവിച്ചിരിക്കുന്നില്ല എന്ന ധൈര്യത്തിൽ വി എസിനെ ആക്രമിക്കുന്ന കൊണ്ടുചെന്നെത്തിക്കാനുമുള്ള ഹീനമായ നീക്കമാണ് ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അത് വി എസിനോടുള്ള അനാദരം, അത് ഈ നാട് അംഗീകരിക്കുന്നുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ, നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ എക്കാലവും വി എസിന്റെ പേര് ഓർമ്മിക്കപ്പെടും. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ കാലവും വി എസ് നേതാവ് സർവപ്രതാപങ്ങളോടെയും കൂടെ നിലനിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം.